സർവകലാശാല VC നിയമനത്തിൽ ചാൻസലർക്ക് അമിത അധികാരം നൽകുന്ന UGC കരട് വിജ്ഞാപനത്തിനെതിരെ കേരളം രംഗത്ത് വന്നു. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UGC നടപടിയെ നിയമപരമായി നേരിടുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഗൂഢപദ്ധതിയാണ് 2025 UGC ചട്ടഭേദഗതി എന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം പോലും ചാൻസലറുടെ അധികാരമാക്കി മാറ്റുന്ന പുതിയ മാനദണ്ഡങ്ങൾ ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. VC പദവിയിലേക്ക് അക്കാദമിക പരിചയമില്ലാത്തവരെയും നിയോഗിക്കാമെന്ന നിർദ്ദേശം സംഘപരിവാർ ആജ്ഞാനവർത്തികളെ എത്തിക്കാനുള്ള കുറുക്കുവഴിയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. UGC ചട്ടഭേദഗതിയെ നിയമപരമായി നേരിടാനാണ് സർക്കാരിന്റെ നീക്കം. കഴിയാവുന്ന എല്ലാ മാർഗേണയും ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം പ്രകടമാക്കും. നിയമപരമായും നമ്മുടെ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനുള്ള നീക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സർവകലാശാല VC നിയമനത്തിൽ ചാൻസലർമാർക്ക് അമിതാധികാരം നൽകുന്ന UGC കരട് വിജ്ഞാപനത്തിനെതിരെ CPIM പൊളിറ്റ് ബ്യൂറോയും രംഗത്തെത്തി. VC നിയമന വ്യവസ്ഥകൾ മാറ്റിയത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്നും CPIM PB ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം.